സൗഖ്യത്തിന് വേണ്ടി ശാരീരികമോ മാനസികമായ സൗഖ്യത്തിന് വേണ്ടി നൂറ് മാർഗങ്ങൾ മനുഷ്യർ തിരയാറുണ്ട്. നൂറ് വാതിലുകളിൽ അവർ പോയി മുട്ടി വിളിക്കാറുണ്ട്. ചില വാതിലുകൾ തുറക്കപ്പെടുന്നു, ചിലപ്പോൾ സൗഖ്യം കിട്ടുന്നു. മിക്കവാറും അലച്ചിലുകൾ മാത്രമാണ്, സൗഖ്യമൊന്നും കിട്ടുന്നില്ല. മാറി ഡോക്ടർമാരെ പരീക്ഷിച്ചിട്ടും മാറി മരുന്നുകൾ പരീക്ഷിച്ചിട്ടും നിങ്ങളുടെ അസുഖങ്ങളൊന്നും പലപ്പോഴും മാറുന്നില്ല. നിങ്ങൾ വീണ്ടും ദുഃഖമെന്ന അസുഖത്തെ പിന്നെ പുലരേണ്ട അവസ്ഥ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറ്റാവുന്ന ഒരു മരുന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിലോ? ഇനി നിങ്ങൾ വെറുതെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ അസുഖം മാറ്റാമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുകയാണെങ്കിലോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്നെ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം, തെറ്റിദ്ധരിക്കരുത്. ചില നേരങ്ങളിൽ വെറുതെ ഇരുന്നും സൗഖ്യം നേടിയെടുക്കാവുന്നേ ഉള്ളൂ. വെറുതെ ഇരുന്നും സൗഖ്യം നേടിയെടുക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കുക. ഒരു ജാപ്പനീസ് ടേമുണ്ട്, യുതോരി എന്നാണ് ആ ടേം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? റെസ്റ്റ്, ഒരു സ്പേസ് കൊണ്ടുവരിക ഇൻ ബിറ്റ്വീൻ. യുതോരി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക എന്ന് ജപ്പാൻകാർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളുടെ മാനസിക ശാരീരിക സമ്മർദ്ദങ്ങളൊക്കെ കുറയും. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? നിങ്ങളിങ്ങനെ ഒരു സ്പീഡ് കൾച്ചറിൻ്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ എല്ലാം ഫാസ്റ്റാണ്. ആലോചിച്ച് നോക്കുക, ഫാസ്റ്റ് സൊല്യൂഷൻ വേണം, നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കണം, ഫാസ്റ്റ് ഡിസിഷൻ വേണം, ഫാസ്റ്റ് റിലേഷൻഷിപ്പ്, ഫാസ്റ്റ് ഡിവോഴ്സ്, ഫാസ്റ്റ് എല്ലാം ഫാസ്റ്റായിക്കൊണ്ടിരിക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ഫാസ്റ്റ് ലോകത്തിലൂടെ ഓടി ഫാസ്റ്റ് ബന്ധങ്ങൾ ഉണ്ടാക്കി ഫാസ്റ്റ് ബന്ധങ്ങൾ ഇല്ലാതാക്കി പിന്നെ ഫാസ്റ്റ് മരണത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മരിക്കും മുമ്പേ മരിച്ചു പോകുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ വെറുതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, യാന്ത്രികമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ചിരിക്കാൻ പോലും നേരമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സ്പേസ് കണ്ടെത്തണം, ഒരു ബ്രേക്ക് വേണം. നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആകുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക് എടുക്കണം. ആ ബ്രേക്ക് എടുക്കുന്നതിനെക്കുറിച്ചാണ് ജപ്പാൻകാർ പറഞ്ഞു തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം. എന്തുകൊണ്ട്? ഒന്ന്, മാനസികമായിട്ട് നിങ്ങളൊരു യന്ത്രത്തെപ്പോലെ പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിവിറ്റിയെ അത് ബാധിക്കുന്നുണ്ട്. ഒന്ന്, പ്രൊഡക്റ്റിവിറ്റി വീണ്ടെടുക്കാൻ നിങ്ങളൊന്ന് പോസ് ചെയ്യണം. സ്ലോ ഡൗൺ ആകുന്നത് ഫാസ്റ്റായി മാറാനാണ്. പിന്നീട് ഒരു യന്ത്രത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. ആ യന്ത്രം ഇങ്ങനെ ഫാസ്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ സ്റ്റക്കായി പോകും. ഇടയ്ക്ക് അതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കണം. അതിനാണ് ഓയിലൊക്കെ ഇട്ട് അതിനെ വീണ്ടും ക്രമീകരിക്കുക. നമ്മളെന്ന ഈ യന്ത്ര സംവിധാനത്തിനും ഇടയ്ക്കൊരു വിശ്രമം ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിവിറ്റിയെ വല്ലാതെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ആകണം. രണ്ട്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വീണ്ടെടുക്കാൻ നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ആവണം. അതായത് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയി ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലായിരിക്കുമ്പോൾ ഓഫീസിനെക്കുറിച്ചുള്ള ചിന്ത, ഓഫീസിലായിരിക്കുമ്പോൾ വീടിനെക്കുറിച്ചുള്ള ചിന്ത വരുന്നുണ്ടെങ്കിലും വീണ്ടും ഓഫീസ് ചിന്തകൾ മുഴുകി കഴിയുകയാണ്. നമ്മളെപ്പോഴും പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ആണ്, പ്രസൻറ്റിലല്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ക്രിയേറ്റീവ് മൈൻഡൊക്കെ പോയിട്ടുണ്ടാവും. പണ്ടത്തെ പോലെ നിങ്ങൾ ഒന്ന് മൂളിപ്പാട്ട് പാടാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടാവില്ല. പണ്ടത്തെ പോലെ കവിത കുറിക്കുന്നില്ല, എഴുതുന്നില്ല, വായിക്കുന്നില്ല. നിങ്ങൾ ഒരു പൂത്തോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, ഒരു പൂച്ചെടിയെ തൊടുന്നില്ല, ആകാശം നോക്കുന്നില്ല, നടന്നു പോകുമ്പോൾ നടവഴിയെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ പാദം മണ്ണിനെ അറിയുന്നില്ല, കല്ലിനെ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല, യാന്ത്രികമാണ്. നമ്മൾ റോബോട്ടായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഒരു റോബോട്ട് മാത്രമാണ്, മനുഷ്യനൊന്നുമല്ല. മനുഷ്യരുടെ യാതൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒന്നുമില്ല. ക്രിയേറ്റിവിറ്റി വീണ്ടെടുക്കാൻ ഒരു സ്പേസ് വേണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്. അല്പം സ്ലോ ഡൗൺ ആകണം. വീണ്ടും നിങ്ങൾ അല്പം കൂടി സ്ലോ ഡൗൺ ആയാലേ ഒരു കണക്റ്റഡ്നെസ് വരികയുള്ളൂ. എന്താണ് ഈ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത്? നിങ്ങളോട് തന്നെയുള്ളൊരു ബന്ധം, ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, മനുഷ്യരായിട്ടുള്ള ബന്ധം, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. ആലോചിച്ച് നോക്കുക, പണ്ട് നിങ്ങളെങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമയമുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടമാണെന്ന് നിങ്ങൾ പറയുന്നത്.
ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ല. നോക്കുക, ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ അവർ വേല ചെയ്യും, അവർ എല്ലുമുറിയെ പണിയെടുക്കും, പക്ഷേ അതിനുശേഷം അവർക്ക് സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയരുത് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഓടുന്നത്. കഷ്ടപ്പെട്ട് കുടുംബം പോറ്റാൻ ഓടുന്നവർക്കൊക്കെ സമയം ഉണ്ടാകാറുണ്ട്, പക്ഷേ പണം കുറച്ചുകൂടി കൂടിയവർക്കാണ് ഒന്നിനും സമയമില്ലാത്തത്. നിങ്ങളെന്നോട് എഗ്രി ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ സത്യം അതാണ്. അതായത് തീരെ പാവപ്പെട്ടവർക്ക് അവർക്ക് സമയമൊക്കെ ഉണ്ട്. ഈ പണം കൂടുന്നതനുസരിച്ചാണ് സമയമില്ലാത്തത്. ഈ പണം ഉണ്ടാക്കുന്ന മാത്രം ഒരു ക്രേസായി മാറിക്കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ലോകത്താണ്. അഡിക്ഷനാണത്, ഏറ്റവും വലിയ അഡിക്ഷനാണത്. ആ അഡിക്ഷൻ നിങ്ങൾക്കുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒന്നിനും സമയമില്ലാത്ത അവസ്ഥ വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾക്ക് നിങ്ങളായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ നിങ്ങളൊരു ഇത്തിരി സമയം കണ്ടെത്തണം. ജീസസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് മലമുകളിലേക്ക് പോകും, 40 ദിവസമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നു. എന്തുകൊണ്ട്? കണക്റ്റഡ്നെസ്സാണ്. തന്നിലേക്ക് തന്നെ ഒരു കണക്ഷൻ, ഒരു പാലം ഉണ്ടാക്കുകയാണ്, ദൈവത്തിലേക്കൊരു പാലം ഉണ്ടാക്കുകയാണ്, മനുഷ്യരിലേക്ക് പാലം ഉണ്ടാക്കുകയാണ്, പ്രകൃതിയിലേക്കൊരു പാലം ഉണ്ടാക്കുകയാണ്. ഈ പാലങ്ങളൊക്കെ പോയി ഇപ്പോൾ മതിലുകൾ മാത്രമേ ഉള്ളൂ, കണക്ഷനൊന്നുമില്ല. അപ്പോൾ കണക്ഷനൊക്കെ ഒന്ന് വീണ്ടെടുക്കാൻ എത്രയോ നല്ലതാണ്. ഒരാളിന്ന് ബൈബിളൊക്കെയാണ്, ഞാനിപ്പോൾ ഒരു വിശ്വ പൗരനെ പോലെയാണ്, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് ലണ്ടനിലായിരിക്കാം, എൻ്റെ ലഞ്ച് വിയന്നയിലായിരിക്കാം, പിന്നീട് ഞാൻ സപ്പർ കഴിക്കാൻ പോകുന്നത് മിലാനിലായിരിക്കാം, പിന്നെ ലോസ് ആഞ്ചലസിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള വഴികളൊക്കെ എനിക്ക് കാണാപ്പാടറിയാം. അമേരിക്കയിലേക്കായാലും ഓസ്ട്രേലിയയിലേക്കായാലും സ്കോട്ട്ലൻഡിലേക്കായാലും ന്യൂസിലാൻഡിലേക്കായാലും സകല വഴികളും എനിക്ക് കാണാപ്പാടാണ്. അപ്പോൾ അകത്തിരിക്കുന്ന അപ്പൻ ആ ആളുകളുടെ ഇടയിലേക്ക് വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, നല്ല കാര്യം, എല്ലായിടത്തേക്കുള്ള ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലേക്കുള്ള വഴികളൊക്കെ നിനക്കറിയാമല്ലോ, സ്വന്തം വീട്ടിലേക്കുള്ള വഴി നീ മറന്നെന്തുകൊണ്ടാണ്? നിൻ്റെ പാവപ്പെട്ട അപ്പനും അമ്മയും കൂനിക്കൂടി ഇരിക്കുന്ന ആ പഴയ വീട്ടിലേക്കുള്ള വഴി എന്തുകൊണ്ടാണ് നീ മറന്നുപോയത്? പലപ്പോഴും നമ്മൾ മറന്നുപോവുകയാണ് പഴയ വീട്ടിലേക്കുള്ള വഴികളൊക്കെ. ഇനി ഇടയ്ക്കൊന്ന് സ്ലോ ആകണം, കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ബന്ധങ്ങളൊന്ന് ശരിയാക്കാൻ ഇടയ്ക്കൊന്ന് സ്ലോ ആകണം. ഈ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ ഡയോജനീസ് എങ്ങനെയാണ് നേരിടുന്നത്? ഡയോജനീസ് അലക്സാണ്ടറോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ ചേർക്കുന്നുണ്ട്. മഹാനെന്ന് നിങ്ങളുടെ ആളുകളെ കൊണ്ട് കൂട്ടിച്ചേർക്കുകയാണ്. നിങ്ങൾ മഹാനൊന്നുമല്ല, നിങ്ങളുടെ ഡെഡ് ബോഡിയാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഡെഡ് ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. അത് സത്യമാണ്, വലിയൊരു ഡെഡ് ബോഡി പോലെയാണ് ജീവിക്കുന്നത്. അലക്സാണ്ടർ ദേഷ്യം വന്നു, എന്തൊരു കാര്യമാണ് പറയുന്നത്? ഡയോജനീസ് പറഞ്ഞു, ഞാൻ കാര്യമല്ലേ പറയുന്നത്, നിങ്ങളുണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരത്തിൽ നിങ്ങൾ സ്വസ്ഥതയോടെ ഒരു രാത്രിയെങ്കിലും കഴിച്ചു വിടുന്നുണ്ടോ? നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല, പടയോട്ടങ്ങളാണ്, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഭാര്യയൊന്ന് കെട്ടിപ്പിടുന്നത് എത്ര നാളായി? നിങ്ങൾ പടയോട്ടത്തിലാണ്. നിങ്ങൾ സ്വന്തം ഭാര്യയുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ അവളുടെ ഉള്ളിലേക്കൊരു യാത്ര നടത്തുന്നില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി നിങ്ങൾ കണ്ടിട്ടില്ല. എന്തിന്? നിങ്ങളുടെ കൊട്ടാരത്തിന് മുന്നിൽ വലിയ പൂന്തോട്ടമില്ലേ, ഒരു പൂ നിങ്ങളൊന്ന് തൊട്ടിട്ടുണ്ടോ? കാറ്റേറ്റിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്? ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയാകണമെന്ന്. ഒരു ദിവസത്തെ ആസ്വദിക്കാൻ പറ്റാത്ത ആൾ ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായിട്ട് എന്താസ്വദിക്കാൻ പോവുകയാണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഉള്ളിൽ മുഴങ്ങേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്. ജീവിതത്തിൽ ഇത്രയ്ക്ക് ഫാസ്റ്റായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്തിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനോ അത് മുഴുവൻ നിങ്ങളുടെ ജീവിതകാലത്തിനിടയിൽ സമയമാകുന്നതിന് മുമ്പ് നിങ്ങൾ നേടിയെടുക്കുന്നില്ല. അത് മനസ്സിലാക്കുക. ഓരോന്നിനോരോ സമയമുണ്ട്. സമയമാകുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഫെയറി ടെയിലൊന്നും അല്ലല്ലോ ജീവിതം. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ജീവിതത്തിൻ്റെ മ്യൂസിക് സ്ലോ ആണ് ചങ്ങാതി. അതുകൊണ്ട് കുറച്ചുകൂടി സ്ലോ ആകുക, ജീവിതം കുറച്ചുകൂടി സുന്ദരമാക്കുക. നിങ്ങളുടെ ഹെഡേക്ക് കുറയും, നിങ്ങളുടെ ഹാർട്ടേക്ക് കുറയും, നിങ്ങളുടെ BP കുറയും, നിങ്ങളുടെ ഷുഗർ കുറയും, നിങ്ങളുടെ സ്ട്രെസ്സ് കുറയും, നിങ്ങളുടെ വലിഞ്ഞു മുറുകുന്ന അവസ്ഥകൾ കുറയും, നിങ്ങളുടെ ശരീരത്തിലെ പല വേദനകളും അപ്രത്യക്ഷമാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട ചങ്ങാതി, ഒരൽപ്പം സ്ലോ ആവുക. നിങ്ങൾക്കങ്ങനെ സൗഖ്യം വീണ്ടെടുക്കാൻ സാധിക്കും. കൃപ നിറഞ്ഞ നല്ല നടത്തം നേരുന്നു.